സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ച് നിരവധി അഭയകേന്ദ്രങ്ങളാണ് നാട്ടിൽ പ്രവർത്തിക്കുന്നത്. 1-2 അന്തേവാസികളെ പാർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തും ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയും പ്രവർത്തിക്കുന്ന ഇത്തരം അനധികൃത അഭയകേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. കൊല്ലം പുനലൂരിൽ അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ ലൈംഗികമായി പീഡിപ്പിച്ചത് സ്ഥാപനം നടത്തിപ്പുകാരനാണ്. കേസിൽ തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രം നടത്തിപ്പുകാരൻ പത്മദാസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തേവാസികളെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്നും സ്ത്രീകളുടെ കുളിമുറിയിലടക്കം CCTV ക്യാമറ വെച്ചിരുന്നതായും പരാതിയുണ്ട്. മദ്യം പോലും തര ഒരുങ്ങി എൻ്റെ പൊന്നു സാറ്. മദ്യം കുടിക്കാത്തോണ്ട് ഇടിക്കുക വരെ ചെയ്ത് ഈ പെരിക്കകത്തിട്ട് എന്നെ പൂട്ടി അമ്മ ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് എൻ്റെ സാറ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മച്ചയും കൊണ്ട് ഇറങ്ങി പോയത്. രാത്രി ഇവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയത്. രാത്രി ആളും പേരും എല്ലാം കയറി വരുക. സന്ധ്യയായപ്പോൾ അങ്ങനെ ഉറങ്ങില്ല. അങ്ങനെ എപ്പോഴും മദ്യം വാറ്റി കുടിപ്പാണ്. എനിക്ക് ആരും ഇല്ലാത്ത ഞാനാണ്. ഈ ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് 4 പെണ്ണുങ്ങളെയാണ് അടിച്ചു വന്നത്. എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഈ പെരിക്കകത്തിട്ട്. ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാതെ ആലംബഹീനരായ വയോധികമാരോടാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത കാട്ടിയത്. വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ അന്തേവാസികളായ 2 വയോധികർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. ഇതോടെയാണ് അഭയകേന്ദ്രത്തിലെ ക്രൂരതകൾ പുറം ലോകമറിഞ്ഞത്. തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വിവരമറിയിച്ചതോടെ പോലീസ് എത്തി പ്രതി പത്മദാസനെ കസ്റ്റഡിയിലെടുത്തു. ബലമായി മദ്യം വായിലൊഴിച്ചു നൽകുമായിരുന്നുവെന്നും കുടിക്കാൻ വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും അന്തേവാസികൾ പറയുന്നു. സ്ത്രീകളുടെ കുളിമുറിയിലടക്കം ഇയാൾ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇപ്പം പറ്റിയത് ഏതും കൊള്ളൂല്ല. അവന് ഞങ്ങളെ എന്നെ വേണം, കുളിക്കാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് ഇതാക്കി വെച്ചിട്ട് അതിരുന്ന് കാണും, ഞങ്ങൾ കുളിക്കുന്ന കാണും. ക്യാമറ വെച്ച് എങ്ങനെ ഞാൻ കുളിക്കുന്നു അതുപോലെ അത് വെച്ച് കണ്ടിട്ട് രാത്രി വന്ന് പറയും. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 13 അന്തേവാസികളെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പുറമെ നിന്നെത്തുന്ന സന്ദർശകരെയോ അയൽവാസികളെയോ പോലും ഇതിനുള്ളിലേക്ക് കയറ്റില്ലെന്നും നാട്ടുകാർ പറയുന്നു. തീർത്തും അവശരായ വയോധികമാരോടാണ് പത്മദാസൻ ക്രൂരത കാട്ടിയത്. പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഒറ്റപ്പെട്ട് പ്രദേശത്ത് കിടക്കുന്ന ഇവിടെ 8-9 നിസ്സഹായരായ മനുഷ്യർ മലമൂത്ര വിസർജ്യത്തിന്റെ നടുവിൽ ഒരു 3-4 പട്ടികൾ എല്ലാം 4 സൈഡിലും കെട്ടിയിട്ട് ഒരു ഭീകരാന്തരീക്ഷം, പുറത്തുനിന്നൊരു മനുഷ്യർക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലാണ് കാണുന്നത്. ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ 2 അമ്മമാരാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് താഴത്തോട്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്ക് നൈറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് ആരാണ്ട് എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് നൈറ്റിയൊക്കെ വലിച്ചു കീറി ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നെന്ന് പറയുന്നു. അപ്പൊ അവരുടെ വായിക്കകത്ത് ഇച്ചിരി എന്തോ വെള്ളോ എന്തോ ചാരായോ എന്തോ ഒഴിച്ചു കൊടുത്തുന്ന ആ അമ്മയ്ക്ക്. അപ്പൊ മറ്റേ അമ്മയുടെ ആണെങ്കിൽ മാലയും കമ്മലും കയ്യിലെ മോതിരവും ഒക്കെ ഇവർക്കെങ്ങാണ്ട് കൊടുത്തെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായും പത്മദാസനെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 11 വയസ്സുകാരനെ പുനലൂരിലുള്ള മറ്റൊരു അഭയകേന്ദ്രത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് വീണ്ടും ക്രൂരത. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.